ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നൊക്കെയാണ് നമ്മുടെ സ്വന്തം ഗ്രാനി തള്ളേൻ്റെ വീട്ടിലോട്ട്. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രീം ലെവലോ അതോ പ്രാക്ടീസോ. അപ്പം നമ്മൾ എക്സ്ട്രീം ലെവൽ കളിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ പ്രാക്ടീസ് തന്നെ കൊടുക്കുവാണ്. അപ്പോൾ പ്രാക്ടീസ് കൊടുത്തതിലും വലിയ കാര്യമില്ല, പക്ഷേ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ എസ്കേപ്പാണ് നമ്മുടെ ഇന്നത്തെ സംഭവം. അപ്പോൾ ഇന്നത്തെ സംഭവം നമ്മളെ ഹെലികോപ്റ്റർ എസ്കേപ്പില്ലേ, ഹെലികോപ്റ്റർ എസ്കേപ്പും കാരണം ചെയ്യുമ്പോൾ ഇല്ലേ, ആ ടൈമിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. അതൊരു കിടിലം പാട്ടാണ് ഗൈസ്, കിണ്ണങ്ങാശി പാട്ടാണ്. അത് കേൾക്കാണ്ട് ഒരാൾക്ക് സമാധാനാവില്ല. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് നേരെ പോകാം. 3, 2, 1 കഴിഞ്ഞ എനിക്ക് വേഗം പോയിട്ട് നമ്മൾ പല്ല് കേൾക്കണം, വേഗം പോയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പല്ലൊന്നും തേക്കുന്നില്ല, ഞാൻ വെറുതെ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഓടുന്നുണ്ട്, ഓടി തള്ളിക്കോ തള്ളുവാസ്. അപ്പോൾ 3, 2, 1 കഴിഞ്ഞ് പല്ല് കഴിച്ചു. പല്ല് കേൾക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡുക്ക് ടക്ക് ടാപ്പ് അത് കിട്ടി. അപ്പോൾ ജുബ്ലി ഓർമ്മയുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മളെ ഡക്ക് ടാപ്പും കാളും കിട്ടുന്നുണ്ട്. ഡുക്ക് ടാപ്പ് അവിടെ ഇട്ടേക്കാം. ഹെലികോപ്റ്റർ മാനുവൽ അത് വെറുതെ കയ്യിലെടുത്ത് പിടിച്ചേക്കാം. ഫ്രഞ്ചിൻ്റെ ആവശ്യമുണ്ടോ? സാരല്ല, നമുക്കെടുത്ത് അവിടെ ഇട്ടേക്കാം. ആവശ്യം വരും, എന്തിൻ്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും അവിടെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതെൻ്റെ വീടൊന്നുമല്ലല്ലോ, എൻ്റെ അമ്മായിയപ്പൻ്റെ വീട്. നമ്മൾ മീറ്റ് കൊടുത്തിട്ട് ആരെയും രക്ഷിക്കാൻ പോകുന്നില്ല, പക്ഷെ ഒരാൾ ഞങ്ങൾക്ക് കൊല്ലും. ആ കൊല്ലിരിക്കും ഞാൻ, അതെന്നോ ഉണപ്പ. അവിടെ ഒന്നും ഇല്ലടാ, ഒന്നുമില്ല. ഊമ്പിടാ പൂച്ചിമുട്ട ഊമ്പിടാ. സന്ന് ഓർമ്മയുണ്ടോ? ഞാൻ മൊണ്ണ പെട്ലോക്കി കിട്ടി ഗൈസ്, പെട്ലോക്കിയും കാലം കിട്ടിയിട്ടുണ്ട്. ഇപ്പം പെട്ലോക്കി നമ്മൾ ഇവിടെ തന്നെ ഇട്ടേക്കാം. പെട്ലോക്കിൻ്റെ ആവശ്യമില്ലല്ലോ, എനക്കൊന്നും പെട്ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഇല്ലല്ലോ. എന്തെന്നാ അയ്യോ കട്ടും കിട്ടിയിരുന്നു. എന്തെന്നാ ക്രൗബാർ കിട്ടി. നമുക്ക് അത് അതിൻ്റെ പേര് ഞാൻ നോക്കട്ടെ, എനിക്ക് വായി കിട്ടുന്നില്ല. അതിൻ്റെ പേരെന്തേലും ക്രൗബാർ എടുത്തൊക്കെയുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് അതും തള്ളി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പം നമ്മൾ വീണ്ടും ചമ്മിപ്പോയി ഗൈസ്. ഞാൻ വെച്ച് വരുന്നെങ്കിൽ ഉണ്ടാവും. നമ്മൾ ക്രൗബാർ എടുത്തു, കട്ടിംഗ് പ്ലേസ് കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം പോയി അവിടെ കട്ട് ചെയ്ത് വെച്ചേക്കാം. എന്തിനാ നമ്മളിപ്പോൾ കട്ടിംഗ് പ്ലെയർ കൊണ്ട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് നമുക്ക് വേറൊരു ആവശ്യം കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ആവശ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇടുക. പിന്നെ സെക്യൂരിറ്റി കീ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് ഓരോ സാധനം കണ്ടുപിടിക്കാനുണ്ട്. ഇത് തുറക്കാലോ. അതിനാ സെക്യൂരിറ്റി കീ. ഞാൻ വിചാരിച്ച് വേറെന്തിനും. ഗ്ലാസ് ഫ്യൂസ് കിട്ടി. ഇതെല്ലാം ആവശ്യമുണ്ട്. നമുക്ക് അതൊന്നും മറന്നിട്ടില്ല കേട്ടാ. അന്ന അപ്പടം ഒന്ന് കളിയാക്കി വിടണ്ട. അണ്ണാച്ചി ഫോണായോണ്ട് പിന്നെ എങ്ങനത്തെ ഉണ്ടാവും. നമുക്ക് ഇതാണ് വേണ്ടത്, ഇത് ഒളിത്താവളം. എന്നാ ഡോർ ലോക്ക് അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ അകത്ത്? യെസ് ഗൈസ്, നമുക്ക് അവനെ ഉറക്കാം. നീ പോ മിന്നൽ സാത്താണേ. നമുക്ക് അവനെ വേഗം പോയി കൊല്ലണം. പിന്നെ കുറച്ച് ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ വീണ്ടും ഊമ്പിടാ പൂച്ചിമുട്ട ഊമ്പിടാ പോയി. അവിടെ സെക്യൂരിറ്റി കിട്ടി, അത് ആടെ നിൽക്കിപ്പോൾ. നീ തൽക്കാലം നമുക്ക് വേഗം പോയി സെക്യൂരിറ്റിക്ക് ഓപ്പൺ ആക്കാം. അടി ഈ ഫോട്ടോ നമുക്ക് ചെറുതായിട്ടൊരു പേടിയാവുന്നുണ്ട്. ഈ വഴിഞ്ഞ മോന്ത കാണുമ്പോൾ എല്ലാവർക്കും പേടിയാവും. എനക്ക് പേടിയൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ പേടിയെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയാലും അണ്ണാശികളെ
ഡോർ ഹാൻഡിലല്ല എന്തിനാടാ നമുക്ക് നമ്മളെ സ്റ്റണ്ട് ഗണ്ണ് എടുത്തിട്ട് വരുന്നത് വെയിറ്റാക്ക് സ്റ്റണ്ട് ഗണ്ണ് എടേനോട്ടെ നമ്മള് മറന്നുപോയി തായ ഇവിടെ ഈ റൂമിൻ്റെ അകത്ത് ഇവിടെയാണ് ഞാൻ സ്റ്റണ്ട് ഗണ്ണിട്ടത് ഇങ്ങനെ വടി വെക്കും അയ്യോ കുട്ടി പോലത്തെ ഫോണിൽ സെൻസിറ്റിവിറ്റി ഇല്ലാടെ കുടി വെക്കട്ടെ ആ ഈ സെൻസിറ്റിവിറ്റി പോയാ കൂട്ടറാ ആ ഇപ്പോൾ ഓക്കെയാണ് ഇത് സെൻസിറ്റിവിറ്റിയാണ് അതേപോലെ തന്നെ ഉണ്ട് പണ്ടത്തെ പോലെ തന്നെ സെൻസിറ്റിവിറ്റി അല്ല കോണ്ടിറ്റിവിറ്റിയാണ് ഇത് ശരിക്കുള്ള ആരെയും മേത്ത് വടിവെക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു അയാളെ ഷോക്കടിച്ചിട്ടാവും പക്ഷേ ഈ ഗ്രാനിത്തള്ള അനാവശ്യമായിട്ട് നൂപത്തിയല്ലേ അണ്ണാമ്പൂട്ടിച്ച് നൂപത്തി ആ ഇതന്നെ കറക്റ്റ് ഉന്നം വെച്ച് വടി വെച്ചിട്ടില്ലേ ഊമ്പ് അയ്യോ മൂഞ്ചി ആ കൊണ്ട് കൈസ് കൊണ്ട് നമുക്ക് ഇറങ്ങുക ഇതിൽ പിടിച്ചിറങ്ങ ഒന്നും മതിയാക്കി ആനിമേഷൻ കൊണ്ട് ഞാൻ ചത്തു അയ്യോ ഞാൻ ചത്ത ആനിമേഷൻ അങ്ങനെയാണ് ഞാൻ എപ്പോഴും പെട്രോളൊക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു അല്ലേ ഡക്കിടെ ഇപ്പം എല്ലാം കിട്ടിയല്ലോ ഹെലികോപ്റ്റർ കിട്ടിയിട്ടില്ലേ അത് നമുക്ക് കിട്ടിപ്പിക്കാം അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും നല്ല സാധനം കിട്ടണേ നോക്കാം തുറക്കാൻ കിട്ടൂല ഹാൻഡ് വീലുണ്ട് എന്തേലും ഉപകാരം ഉണ്ടായിരുന്നു ഇത് തിന്നാ ഗ്രനേഡ് ആയിരിക്കും ഇതിൻ്റെ അകത്തല്ലേ ഗ്രനേഡ് നമുക്ക് ഇത് ചെയിൻ കട്ടർ ഇത് ആ ഞാൻ പേടിച്ചു കേട്ടു പോനെ ഞങ്ങൾക്ക് ഇപ്പവും പേടിയാ ഓർഡറായിരുന്നു വെറുതെ മനുഷ്യനെ പോയിട്ട് അങ്ങോട്ട് ഇതെടുത്ത് ചെയ്താ ആ മറ്റേ അടിയത്തെ പൊട്ടറിനോടൊക്കെ പോയിട്ട് ഇട്ട് നോക്കാം എടാ ഈ ആനിമേഷൻ അത് പുഷ്ടമാണ് എൻ്റെ മോനെ ബോബ് എൻ്റെ അപ്പ ബോബ് ഇട്ടുവേടെ ഞാൻ എണീക്കുമ്പോൾ ത്രോനക്കി പോയതാ അറിയാണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കണ് ഊമ്പിട ഊച്ചിമുട്ട എടാ അപ്പുറത്ത് പോലെ എടാ ഈ ഫോൺ അങ്ങനെയാടാ ചിലപ്പോൾ സ്റ്റക്ക് അയക്കണ്ടല്ലോ നമ്മൾ ഊമ്പിടയാവും സത്യമായിട്ടും സ്റ്റണ്ട് ഗണ്ണില്ലാന്ന് എടി ഈ നൂവന്മാരെ ഗണ്ണ് എടാ മറ്റേ ഗണ്ണ് എടുക്കണ്ടേ നമുക്ക് എന്തേലും സീക്രട്ട് എന്തേലും പേര് സീക്രട്ട് കീയാ എടാ മറ്റേ ഷോർട്ട് ഗണ്ണ് എടുക്കാനുള്ള ഇതില്ലേ എടാ കുഞ്ഞെണീക്കടാ എടാ ഇതെന്താടാ പൊട്ട ഫോണാ എടാ ലേഗടിയടാ ഇതെന്ത് കുണ്ടി എനിക്കതേ കാണാൻ പറ്റില്ല അവരേക്ക് ഞാൻ മെല്ലെയാണ് ആക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല ഇത് എടാ ലേഗടിക്കുന്നൊക്കെ ഇതെന്തരാണ് സെൻസിറ്റിവിറ്റി കുറച്ചിട്ടേ സെൻസിറ്റിവിറ്റി ഇപ്പോൾ ഓക്കെയാണ് ചെറുതായിട്ട് ഞാൻ സെൻസിറ്റിവിറ്റി ഞാനിപ്പോൾ അറിയുന്നത് ഇത്രക്കും സെൻസിറ്റിവിറ്റിക്ക് ഇത്രക്കും പ്രശ്നം നമുക്ക് ആ മറ്റേ വണ്ണാനെ പോയി അടിച്ചിട്ടുണ്ട് ഷഡ്ഡിയിട്ട വണ്ണാൻ ഷഡ്ഡി വണ്ണാൻ അതിൻ്റെ പേരാണ് ഷഡ്ഡി വണ്ണാൻ എടാ ഇങ്ങോട്ട് വാടാ ന്യൂബേ അന്നേരം ഇവിടെ സെൻട്രലീനെ വരും എന്നൊക്കെയാണ് പറയാറ് വാടാ അടിക്കല്ലേ വിട്ടോ എനിക്ക് പേടിയാ ഫ്രഞ്ച് എടുത്തിട്ട് എനിക്കിന്നെ പേടിയില്ല നീ ഇവിടെ ഇല്ലല്ലോ പക്ഷെ അവിടെ വായും കണ്ണെല്ലാം കാണുമ്പോൾ ഇച്ചിരി പേടിയാവുന്നു ഇവിടെ ആ പാട്ട് പാടല്ലേ ചാട്ടോ വിളിക്കണ്ട അവിടെ എന്തേലും നല്ല കുണ്ടി ഉണ്ടാവണേ അടി ഇവിടെ ഇല്ലേ പിടിച്ച് വലിച്ച് ഇത് ഓർക്കാൻ എന്തേലും വേണ്ടേ വെപ്പൺ കീ അല്ലേ ഐ സി ഇവിടെ എന്താ ഫ്രഞ്ച് എടുത്തിട്ട് ഇവിടെ പിടിച്ച് തിരിക്കണം അല്ലേ അന്നേരം വെള്ളമല്ലേ പൈപ്പിൻ്റെ അകത്ത് കൂടെ പോവും ഇവിടെയാ ഇതിൻ്റെ ആവശ്യമില്ല
അയ്യോ ഷഡ്ഡി വണ്ണനെ അടുക്കിന്റെ സെന്ററിൽ നിന്ന് പോയാ തിന്നാലിപ്പം കൊടുക്കും സേഫ് കീ അല്ല ഇത് എടാ അത് ലേഗ് അടിച്ചാണ് ഞാൻ ലേഗ് വേഗം നോക്കി വരും അതിങ്ങനെ ഇങ്ങനെ ആക്കിയതാണ് ലേഗ് അടിച്ചു പോയതല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്താ വയറൊക്കെ ഇപ്പുറത്ത് കൂടെ പോവാം അല്ല വേണ്ടി ആൾക്കാർ കളിക്കാക്കുന്നേ ഓ ഹെലികോപ്റ്റർ ഐ എസ്കേപ്ഡ് ഇൻ ദ വേൾഡ് ഒരു സാധനം കൂടി കിട്ടണ്ടായിരുന്നു ഫുവൽ കിട്ടി ഇതന്നെയാ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ആരോ ജനക്കനെ കിട്ടിയല്ലോ ഇത് എത്ര ലോകം മായാലോകം പറയുന്ന സാധനം മനസ്സ് കിട്ടും അല്ലേ അതാണ് മനസ്സ് മീൻസ് അവിടെ ഇനി നമുക്കൊരു സാധനം വേണ്ടേ ഹെലികോപ്റ്റർക്ക് ഡക്കിടെ ഇപ്പോൾ എല്ലാം കിട്ടിയില്ലേ ഇനി നമുക്ക് എന്താ വേണ്ടേ ഒന്നും വേണ്ടല്ലോ സ്കിപ്പായില്ലേ നമുക്ക് ആ ക്രൗബാർ എടുത്തിട്ട് ഒന്നും കൂടി അടിയത്തെയും കൂടി തുറന്ന് നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും നല്ല കിട്ടിയാലോ അടക്കിപ്പില്ല മറ്റേ ആദ്യം ഒരു ക്രൗബാർ ആദ്യം കിട്ടിയിട്ടില്ലേ ഇതിനാണ് ആ സ്ഥലത്ത് നിന്ന് തുറന്നിട്ടില്ലേ അവിടെ നിന്ന് തുറക്കാനൊക്കെ പേടിയാണ് ഒന്ന് ഗ്ലിച്ചടിച്ച് പോയി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേണ്ട സാധനം കിട്ടിയതാ നമുക്ക് എന്നിട്ടും ഇവിടെ ഇതാ ഇങ്ങനെ ഗ്ലിച്ചടിച്ച് പോയി ഞാൻ ഇങ്ങനെ തുള്ളിയിട്ട് ഇപ്പുറം വരും അതൊരു ഇതാണല്ലോ അതേപോലെ തുള്ളാൻ നോക്കിയത് പറ്റും തുള്ളാൻ നോക്കിയതല്ലേ എന്താ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഗ്ലിച്ചടിച്ച് ഊമ്പിടെ എടാ പിന്നെ ലാഗ് അടിച്ചടാ പിന്നെ ഇപ്പം മിക്കവാറും സെൻസിറ്റിവിറ്റി ഫുള്ള് വറക്കേണ്ടി വരും നല്ല ലാഗ് അടിക്കാൻ നിൽക്കുക ഇവനെന്തിനാ വറക്കുന്നത് സ്പാർക്ക് ഉണ്ടോ ആവശ്യമില്ലല്ലോ സ്പാർക്ക് ബ്ലോക്ക് ആവശ്യമില്ല ഇതെന്തെന്നാ സ്റ്റണ്ട് ചെയ്യുക അങ്ങനെ ഇവിടെ എത്തി നമുക്ക് എസ്കേപ്പ് ആയാലോ നമുക്കൊരു സാധനം കിട്ടിയിട്ടില്ല വെപ്പൺ കീ എടുക്കട്ടെ എനിക്ക് ഏത് സ്ഥലത്തായിരിക്കും ഉണ്ടാവാൻ ഐ മീൻ ഇവിടെ ബോട്ടിക്ക് ഒന്ന് പോടായിരുന്നു ഇവിടെ ഫ്ലഷ് അടിക്കാൻ പറ്റുമോ ഇല്ല അതും പറ്റില്ല തൂരിയിട്ട് ഫ്ലഷ് അടിച്ച് പോവുകയാണ് ഇനി എവിടെയാ നമ്മൾ തപ്പാത്ത സ്ഥലം എവിടെയാ എവിടെയില്ല ഞാൻ ഈ വീട് ഫുള്ള് അപ്പിയല്ല തപ്പി എടാ നമ്മൾ എന്തിനു വേണ്ടി അപ്പുറത്ത് പോകാൻ പറ്റില്ല നമ്മൾ വീട്ടാക്കെ നമുക്ക് എന്തോ വേണമല്ലോ അപ്പുറത്ത് പോവേ അവിടുന്ന് വെപ്പൺ കീ ഏറ്റവും കിട്ടിയാൽ കിട്ടില്ല അവിടുന്ന് വെപ്പൺ കീ ഇട്ട് എനിക്ക് ഉറപ്പാണ് അവിടുന്ന് വെപ്പൺ കീ ഇട്ടു ഫോട്ടോ വെക്കണോടാ ഇപ്പം തന്നെ ഇത് 11 മിനിറ്റുള്ള വീഡിയോ ആയത് മണിക്കൂറുകൾ എടുക്കൂ ഈ വീഡിയോ അപ്ലോഡ് ആവണമെങ്കിൽ അമ്മാതിരി പൊട്ട ഫോണാ കൈസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാ ഒരു ഫോട്ടോ ഇതാ ഗ്രാൻഡ് പാൻ്റെ കുണ്ടി ഗ്രാൻഡ് പാ പുപ്പൻ്റെ കുണ്ടി ഇങ്ങനെ നോക്കിയാൽ പിന്നെ താഴെ പോവും ഗ്രാൻഡ് പാപ്പൻ്റെ കുണ്ടി എടുത്തിട്ട് നമുക്കില്ല അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വീട് നമ്മൾ ജയിക്കുള്ളൂ അപ്പുറത്ത് പോവാണെങ്കിൽ ഗ്ലാസ് ഫൂസ് വേണോ ഗ്ലാസ് ഫൂസ് ഇല്ലാണ്ട് നമ്മൾ പോയാൽ നമ്മളെ വെടി അവിടെ നിന്ന് തിരിയും ഇത് തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു അത് ശരി ഇതെന്താടാ ആളെ കളിയാക്കുന്ന നീ നമുക്ക് വേഗം പോയിട്ട് വെപ്പൺ എടുക്കാം പിന്നെ നമുക്ക് ആമോൻ്റെ ആവശ്യമൊന്നും ഇല്ല സത്യം പറഞ്ഞത് വെറുതെ എടുക്കും ആടുന്ന് ഫ്രീ കിട്ടും കുറേ പിന്നെ ഈ ഫോണിൽ ഞാനത് അടിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരി പ്രശ്നം അതാണ് ഈ ഫോണിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ ഇതാവും എന്നാ ഞാൻ കുഞ്ഞിക്കുട്ടി അണ്ണ കായമ്മ വേണണ്ണ ഹലോ നിങ്ങളെ പേരെന്താ മാമന്മാരെ രണ്ടാമവും പോയാ അപ്പോഴത്തേക്കും അവിടെ 2 ആമവും പോയടാ അതെങ്ങനെയാ ഇത് മണ്ടൊക്കെ എടുത്ത് ഇടാം നമുക്ക് ഇനിയും ആവശ്യമുണ്ട് കട്ടിലുമ്മലുണ്ട് തോന്നുന്നു കട്ടിലുമ്മലില്ലേ ഈ കട്ടിലില്ല മറ്റേ കട്ടില്
യെസ് ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഇടാം. അവിടെ പോടാ, നമ്മളത് ആദ്യം ഒന്ന് ഇതാക്കട്ടെ. ഇനിയും ഒറ്റൊന്നും കൂടി ആവശ്യമുണ്ട്. ഇതെന്നാ ഗ്രാൻഡ് പാപ്പൻ്റെ കുണ്ടിയല്ല, ഗ്രാൻഡ് പാപ്പൻ്റെ ഒടിഞ്ഞ കാലി. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞ കാലാണ്. സ്റ്റാർട്ടേഴ്സ് എടാ ഇവിടെ സാധനം വരൂല. ഇതെന്തിരി ഇതിപ്പോൾ മോളിക്കിന് പോയി. എടാ അതെന്തൊരു പരിപാടി? ഞാനിവിടെ ഏണീൻ്റെ ചിഹ്നം വന്നു, അപ്പം ഞെക്കി നോക്കിയതാ. അപ്പം മരിക്കുകയുണ്ടായിരുന്നു. അടി ഇവിടെ ഒന്നുണ്ടല്ല, അതെടുത്തു. അടി ഇനി ആവശ്യമുണ്ട്. ഇതല്ല അവിടെ പോയി കിടക്കുന്നോളിയാവും. ബാത്റൂമിലുണ്ട് തോന്നുന്നു. ഇല്ല, ബാത്റൂമിൽ കക്കൂസുണ്ട്. ഇതിൻ്റെ അടിയിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലേ ഇല്ലേ ഫ്രഞ്ച്. അപ്പുറത്തങ്ങാനം ഇതാണ്ട് ഇതെന്നാ ഇതിനകത്ത് ഇതൊന്ന് ഹെഡ് എഴുതി കാണിക്കുക. പീസ് ഓഫ് എ പിക്ചർ ഇൻ ഗ്രാൻഡ് പാസ് ഹെഡ് എന്ന് എഴുതി കാണിക്കുമെന്ന് നോക്കിയതാ. അത്രക്കും വലിയ ഹൈടെക് ഒന്നും അല്ലല്ലോ ഗെയിം. നമ്മൾ അടുത്ത ലെവലിലോട്ട് ഇതാ പോവാൻ പോവുകയാണ്. അവിടെ പോവാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ അടുത്ത ലെവൽ. ഗ്രാൻഡ് പാ എന്നാടാ വറക്കുന്നു? ഗ്രാൻഡ് പാക്ക് ജീവനുണ്ടോ? നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റിയിട്ട് സൂക്ഷിച്ച് പോകണം ഗൈസ്. കാണിച്ചുതരാം. ഇവിടെ വിരിഞ്ഞ വഴിക്ക് നമ്മൾക്ക് ഇവിടെ ഒന്നും കാണാം. ഇതായിരുന്നു ഇവിടെ റെഗുലേറ്റർ. ഇതാണ്ട് ആമോ എത്രയോ ചണ്ടള്ള. ഞാൻ വേണ്ടപ്പോൾ എത്ര ആമോ എടുക്കും. അടക്ക് ഇങ്ങനെ ഷോട്ട് ഗൺ ഇല്ലാണ്ട് പക്ഷെ എടുക്കാൻ പറ്റൂല. ഷോട്ട് ഗൺ അടിച്ചിട്ട് പേരേ അപ്പം ചുട്ടിച്ച് ഇപ്പം ചുട്ടാൽ ഇപ്പം അച്ഛനുമാക്കും. ഇതാണ്ട പിന്നെയും എടി ഹെലികോപ്റ്റർ മാനുവൽ എന്തിനാ? ഇനി ഓരോ സാധനമായിട്ട് മുകളിൽ കൊണ്ടുപോണ്ടേ? വലിയ പണിയാന്ന്. അടി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കില്ലേ 2 മണിക്കൂർ ഇതല്ല 16 മിനിറ്റുള്ള വീഡിയോ, ലോങ് വീഡിയോ നല്ലതാ. നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ BGMൻ്റെ സൗണ്ട് ഫുള്ള് കൂട്ടിയിടാൻ പോവും. അന്നേരമൊക്കെയുള്ള മാസാണ്. അന്ന് ഓർമ്മയുണ്ടോ ഗൈസ്? എൻ്റെ ഏച്ചിയും നാണും കളിച്ചിട്ട് ജയിച്ചത്. ചെറിയ വിഷമമുണ്ട്. ഇവിടെയുള്ള ആമല്ലുണ്ട്. അന്നേരമുള്ള ബുദ്ധി എനിക്കിപ്പോൾ ഇല്ല. മൂഞ്ചി 2 എടുക്കും. ഞാൻ അടിക്കും. ഓക്കെ 2 അടിച്ചടാ. ഇത് ഈ ഒറ്റ ആമോല് ഞാനിത് അടിച്ചിരുന്നു. ഇതേമേലാക്കണേ. അവിടെ ഇതെന്ത് കുണ്ടി? ഊമ്പ് എന്തൊരു കഷ്ട ഇത്. പഷ്ട് ഊമ്പ്. എടാ ഊമ്പല്ലേ? വീണ്ടും ഊമ്പ്. എടാ ഇത് എന്തരടാ? ഊമ്പ്. എടാ ഇതെന്ത്? അത് പോയടാ. ആ ചാൻസ് വരുന്നത് വീണ്ടും വരുമ്പോൾ നമുക്ക് അടിക്കാതെ അടിച്ച്. യെസ് ഓക്കെ. ഇവിടെ ഗ്ലാസ് ഫ്യൂസ് ഇട്ടിട്ടില്ലേ നമ്മൾ ചാവും. ഐഡിയ അങ്ങനെ ഉണ്ട്. ആർക്കറിയാം അത് താഴെതായിരിക്കും. എടാ പലക കൂട്ടി താഴെ പോകുമ്പോൾ ഓടെ നമുക്ക് ഇതിൻ്റെ മണ്ടക്ക് ഒരു ഏണി വെച്ചാൽ കയറി പോയി. പിന്നെ ഗ്ലാസ് ഫ്യൂസ് ഇട്ടുക. എടാ ഇതാക്കടാ. എടുക്കും. പേടിച്ചു. ഓണാക്കി നോക്കിയാലോ CCTV. ഗ്രാൻഡ് പീയിൽ കൂട്ടിയാണ് CCTV നോക്കുക. ആ ടൈമിൽ നമ്മൾ ഡോർ ലോക്ക് എടുത്തിട്ട് ഇവിടെ പൂട്ടിയിട്ട് ഡോർ ലോക്ക് എടുത്തിട്ട് അടക്കും.
CCTV നോക്കാൻ വരുന്ന ടൈമിൽ നമുക്കൊന്നും തിരിയില്ല. CCTV നോക്കാൻ വന്നിനോളി കളവേ. നമ്മളിനി ഓരോ സാധനം എടുത്ത് മണ്ടക്ക് വരണം, അതാണ് ടാസ്ക്. ഇനിയാണ് നമ്മളെ ഇവിടെ ഷോന്നും കാണിക്കണ്ട, അവസാനം ചത്തക്കണ്ടേ പിന്നെ പണിയാണ്. ഗ്ലാസ് ഹൗസ് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ല അടി പോകാൻ. ഇനി ഇത്രയും ദൂരം പോണല്ലോ ഞാൻ, എന്തൊരു കഷ്ടമായി. എന്തിനീല് കൂടെ അങ്ങ് വന്നാൽ പോരേനോ. എൻ്റെ മൈൻഡില്ലേ പൊട്ട മൈൻഡായിപ്പോയി, അതുകൊണ്ട് ന്യൂബനായ. അതെന്ത് പെട്ടെന്ന് താണു പോയി. അയ്യോ പ്രേതോ ഓടിക്കോ. ശരിക്കും നമുക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് പോന്നല്ലേ, അപ്പം നമുക്കൊരു ക്യാരം കൂടി അങ്ങോട്ട് പോയാൽ മതി. ഞാൻ ബല പ്രോ പ്ലെയറാണ്. മൂടി തുറക്കട്ടെ. മൂടി തുറക്കുന്നില്ല, നമ്മൾ വട്ടം കറങ്ങുന്നത്. നമ്മളെ നാട്ടിൽ വട്ടം കറങ്ങലിൽ നിന്ന് അറിയോ കറക്കം എന്നാ വട്ടം കറങ്ങലിന് അറിയാം. നിങ്ങളുടെ നാട്ടിൽ കറക്കം എന്നാണോ വട്ടക്കറക്കം എന്നാണോ അതോ കിരിക്കം എന്നും പറയും. ചില നാട്ടിൽ കിരിക്കം എന്നെല്ലാം പറയുമല്ലോ, അതെന്തിനാകും കിരിക്കം തിരുത്തം എന്നാണോ അതോ അറിയില്ല. കിരിക്കം എന്നാ എന്തോ പറഞ്ഞില്ല, എന്നൊരു വീഡിയോ കണ്ടേ കിരിക്കം. ഞാൻ കടന്നിട്ട് കുറച്ച് ഫ്യൂൽ അടിക്കട്ടെ, തലവേദന എടുക്കുന്നു. ഈ ഗെയിം കളിച്ചിട്ട് തലവേദനിച്ചിട്ട് പോകേ. അവിടെ ഇതെന്തിനാടെ നീങ്ങിപ്പോന്നേ മാങ്ങണ്ടി, അവിടെ നീങ്ങല്ലടാ. നിങ്ങളും കാണുള്ളൂ എൻ്റെ ലാപ്ടോപ്പില്ല. എൻ്റെ അച്ഛൻ്റെ ലാപ്ടോപ്പാണ്, പക്ഷെ അത് എനിക്ക് തന്നു. അപ്പം അച്ഛൻ്റെ കയ്യിൽ വേറെ ലാപ്ടോപ്പ് ഉണ്ട് ഗൈസ്. അപ്പം ആ ലാപ്ടോപ്പിൽ നമ്മളെ ഫ്രീ ഫയർ കളിച്ചിട്ട് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ഷെയർ ദ വീഡിയോ. ഇതുണ്ട്. പിന്നെ ഞാൻ അപ്പുറത്ത് കൂടെ വന്നൂടെ, മൈൻഡ് പൊട്ടത്തരാണല്ലോ. എൻ്റെ മൈൻഡ് ഫുള്ള് പൊട്ടത്തരാണ്. പക്ഷെ സ്കൂളിൽ പഠിപ്പിക്കാണ് കേട്ടോ, കുടിപ്പി അത് ഒരോട് ജബർദാറിലടെ. ഇനി ആരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ സ്കൂളിലത്തെ പഠിപ്പിയ മോനാണ്. ഞാൻ പഠിപ്പിയല്ലേ ഇങ്ങനെ പറഞ്ഞാൽ ഉഴപ്പനാ, പക്ഷെ ഇച്ചിരിയൊക്കെ പഠിക്കും കേട്ടോ. പഠിച്ച് കഴിഞ്ഞിട്ടില്ലേ നല്ല അടി കിട്ടുമെന്ന് എനിക്കറിയാം. സലീന ടീച്ചർ, ഐ റെക്കമെൻഡ് സലീന ടീച്ചർ. എൻ്റെ ക്ലാസ്സിലെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് പറയട്ടെ സലീന ടീച്ചറോട് പോയിട്ട്. എടാ ആരും കണ്ടിട്ടുണ്ടെങ്കിലും പറയണേ പ്ലീസ്, ഞാൻ വെറുതെ ഒന്ന് പറയാ. എൻ്റെ ചാനൽ ആരും കാണൂല ഗൈസ്, എൻ്റെ കൂട്ടുകാരും വ്യൂവേഴ്സ് വരെ കാണൂല. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ 1.99 GB ഞാൻ കാണാം എൻ്റെ. എടാ പിന്നെ ഇതെന്ത് പൊട്ടത്തരം, ഞാൻ കളിക്കല്ലടാ. വേണ്ട, നമുക്ക് എസ്കേപ്പ് ആയില്ലേ, അത് മതി. ഇനി പോകുമ്പോഴായിരിക്കും സ്പാർക്ക് വർക്ക് വേണമെന്ന് പറയും. അന്നേരം ഊമ്പിട പൂച്ചിമുട്ട ഊമ്പേ ഞാൻ പറഞ്ഞത് കുറേ സമയമുണ്ട് ഗൈസ് വീഡിയോ. 2.4 GB ആയി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രക്കും GB കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ BGM കേൾക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ. എൻജിൻ സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ എന്നിട്ട് കുലിച്ച് കളത്തി ഒരു പാട്ട് പാടും. പിന്നെ സീറ്റ് അടിച്ചപ്പോൾ ആ ഫുള്ള് പാടും ഞാൻ. അപ്പോൾ സൗണ്ട് കൂട്ടാൻ പോവാണ്. സീറ്റ് അടിച്ചപ്പോൾ കാട്ടത്തി കമ്പി തിരിയില്ലാത്തിരി തീ കൊണ്ടിട്ടുണ്ട് തീ കൊടുത്താലുള്ള സാക്കൂത്തിരി വാച്ച പാൽക്കരി വാച്ച മലയാളി ഉഷാ മോദലാളി മാതിരാച്ചി വാണ്ട് വയടി പക്കട് പകത്തി ഒരെടുത്താൽ ഒരാളി തോക്കെടുത്തിട്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇനിയും കിട്ടുകാഴ്ച വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.